ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു റിലീസായി ഇന്നലെ ഏപ്രിൽ 15 ബുധനാഴ്ച തിയേറ്ററിലത്തെ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കയാതു ലോഹർ, വിജയരാഘവൻ, ടി.ജി. രവി, ബാബുരാജ്, സുധീർ കരമന, ജോണി ആന്റണി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ചിത്രം പൊതുവെ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മോശമല്ലാത്ത കളക്ഷൻ ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 3,05,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ കൃത്യമായ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിലും 5 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ 55 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച മണിക്കൂറിൽ 2500-3000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ സംവിധാനം ചെയ്ത ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന മലയാള സിനിമയും ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ അത്യാവശ്യം മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തതെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ, കുഞ്ചാക്കോ ബോബന്റെ ഉദയ സ്റ്റുഡിയോ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയിൽ ചിദംബരം, സജിൻ ഗോപു, ജാഫർ ഇടുക്കി, ഷാഹി കബീർ, രാജേഷ് മാധവൻ, പൂജ മോഹൻരാജ്, ശരണ്യ നായർ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 83 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 1,35,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ നിലവിൽ 1000 ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. വിഷു ദിനമായ ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 5,10,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ 95,60,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 183 കോടി റേഞ്ചിലാണ്. ഈ സിനിമയ്ക്ക് ഇന്നും മണിക്കൂറിൽ 8,000-10,000 ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഈ സിനിമ വിഷുദിനമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 1,40,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 6,33,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 9-9.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 3000-ലേറെ ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത ആട് 3 എന്ന സിനിമ വിഷുദിനമായിട്ട് കൂടി ഇന്നലെ കേരളത്തിൽ 3 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 53 കോടി 3 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ലോകമെമ്പാടുമായി 122 കോടി 60 ലക്ഷം റേഞ്ചിലും നേടിയെടുത്തിട്ടുണ്ട്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് യൂത്ത്. ചിത്രത്തിന്റെ 28 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 53 കോടി 2 ലക്ഷം, കർണാടകയിൽ 4 കോടി 11, കേരളത്തിൽ 1 കോടി 38, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 5 കോടി 77, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 27 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 64 കോടി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 11 കോടി 57 ലക്ഷം ഉൾപ്പെടെ 76 കോടി 12 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് ഇന്നലെ രാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സ് വഴി ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി അഥവാ LIK. വിഘ്നേഷ് ശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രദീപ് രംഗനാഥൻ, S.J. സൂര്യ, കൃതി ഷെട്ടി എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് ഇന്ത്യൻ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട 5 ദിവസത്തെ കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം തമിഴ്നാട്ടിൽ 24 കോടി 26 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടക 3 കോടി 35, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 6 കോടി 85, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 53 ലക്ഷം എന്നിങ്ങനെ 35 കോടി 61 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.11 മില്യൺ, അതായത് 10 കോടി 40 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 46 കോടി 1 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.